കൊച്ചു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗംഭീരമാക്കാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യം ആവർത്തികളെ ശീലിക്കാൻ വേണ്ടിയിട്ടാണ്, ആരെ വഴക്കുറണതല്ല. ഈ കൊച്ചു കൊച്ചു ശീലങ്ങൾ നിങ്ങളെ ശക്തരാക്കും. നമ്മുടെ എന്താ രഘുവീരഗദ്യവും ശ്യാമളാണ്ടോ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആദ്യമൊക്കെ ഓരോ വാക്കുകളിലെ തപ്പി ചൊല്ലിക്കൊണ്ടിരുന്ന കുട്ടികൾ ഇപ്പോൾ ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ചില കുട്ടികൾ അതിവേഗത്തിലായിട്ടുണ്ട്. അക്ഷരത്തെറ്റെല്ലാം ചൊല്ലി തുടങ്ങി. എങ്ങനെയാ? നിരന്തരം ശ്രമിച്ചിട്ടാണ്. നിരന്തരം ശ്രമിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ആയിക്കോളൂ ആയിക്കോളൂ. എന്തിനും പരിശ്രമം വേണം. എങ്ങനെയുള്ള പരിശ്രമം? ആ ഗുരുനാഥൻ പറഞ്ഞു തന്ന ആ ഗുരുവിനെ വർഷത്തിലൊരിക്കൽ സ്മരിക്കാനും ആദരിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഗുരുപൂർണിമ എന്ന നിലയിൽ നമ്മൾ ഈ ശ്രാവണമാസിൽ ആചരിക്കുന്നത്. അത് വ്യാസഭഗവാന്റെ ജന്മദിനമാണെന്ന് പറയുന്നുണ്ട്, സമാധി ദിനമാണെന്ന് ചിലർ പറയുന്നുണ്ട്, ബ്രഹ്മസൂത്ര ഭാഷ്യം എഴുതി തുടങ്ങിയ ദിവസമാണെന്ന് പറയുന്നുണ്ട്, എഴുതി അവസാനിപ്പിച്ച ദിവസമാണെന്ന് പറയുന്നുണ്ട്, ശ്രീശങ്കരൻ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ച ദിവസമാണെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അന്ന് ആ ചന്ദ്രന്റെ പൂർണിമ മുഴുവനും നമ്മളെ അനുഗ്രഹിക്കും. കാരണം ചന്ദ്രൻ മനസ്സിന്റെ ദേവതയാണ്. ചന്ദ്രമാ മനസ്സോ ജായതേ എന്നല്ലേ വേദം. അങ്ങനെ വേദത്തിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. പിന്നീട് വിവരിക്കാം ചന്ദ്രന്റെ മനസ്സ് തമ്മിൽ എങ്ങനെയായി റിലേഷൻ ഉണ്ടായി എന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ദിവസം അന്ന് എല്ലാ ഗുരുക്കന്മാരെയും, ഈ ഗുരുക്കന്മാരിലും പറഞ്ഞിരുന്ന ആള് അച്ഛൻ, അമ്മ, മുതിർന്ന അറിവ് പകർന്നു തരുന്ന എല്ലാവരും. വ്യക്തമായാലും അപ്പം ഈ